ഡോക്ടർ, ഇപ്പോൾ നമ്മൾ ക്രിസ്തുമതത്തെക്കുറിച്ച് സംസാരിച്ചു, ഡിസംബർ 25-നെക്കുറിച്ചും ക്രിസ്തുമതത്തിൻ്റെ ആവിർഭാവത്തെക്കുറിച്ചെല്ലാം പറഞ്ഞു. അപ്പോൾ ഈ ക്രിസ്തുമതത്തിൽ ക്രിസ്തുവിൻ്റെ അനുയായികൾ എന്ന രീതിയിലാണ് എല്ലാവരും കാണുന്നത്. ക്രിസ്തുമതത്തെ ഒറ്റ കാഴ്ചപ്പാടിലൂടെയാണ് കാണുന്നത്. പക്ഷേ അതിനകത്തും സ്പർദ്ധകളില്ലേ, പ്രത്യേകം വിഭാഗങ്ങളില്ലേ? അവർ തമ്മിലുള്ള എന്തെങ്കിലും രീതിയിലുള്ള പോരാട്ടങ്ങളോ വഴക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അല്ല, ക്രിസ്തുമതം എന്ന് പറയുന്നത് നമുക്കറിയില്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം എന്ന് പറയുന്നത് കത്തോലിക്ക മതമാണ്. അപ്പോൾ കത്തോലിക്ക എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ബ്രദർഹുഡാണ് അതിൻ്റെ മീനിങ് തന്നെയാണ്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും അതിൻ്റെ ഒപ്പം റോമൻ കത്തോലിക്ക എന്ന് പറയുന്ന ഒരു വാക്കും കൂടി വരുന്നുണ്ട്. അപ്പോൾ റോമൻ കത്തോലിക്ക എന്ന് പറയുന്നതാണ് യൂണിവേഴ്സൽ ബ്രദർഹുഡാണെന്ന് പറയുമ്പോൾ തന്നെ അതിനോടൊപ്പം റോമൻ ചേർക്കുമ്പോൾ അതിന് പ്രത്യേകത വരുന്നുണ്ട്. കാരണം എന്തോ അവിടെ ഒരു എന്താ പറയുന്നത്, അവരുടേതായിട്ടുള്ള ഈ റോമാക്കാരോട് ബന്ധപ്പെട്ട് വരുന്ന അവരുടേതായിട്ടുള്ള ഒരു പ്രിവിലേജ് ഉണ്ടെന്നുള്ള രീതിയിലാണ് അത്ര ഒരു പേര് തന്നെ. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ക്രിസ്തുമതത്തോടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ഈ പാപ്പസി അല്ലെങ്കിൽ പോപ്പിനോട് ബന്ധപ്പെട്ട് വരുന്ന കർദ്യാന്, അതിനോട് ബന്ധപ്പെട്ട് വരുന്ന മറ്റു ആൾക്കാരെല്ലാം ചേർന്നാണ് ഈ പാപ്പസി എന്ന് പറയുന്നത്. അപ്പോൾ റോമിനോട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ കത്തോലിക്ക മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന പാപ്പസിയുടെ ചരിത്രത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള മേന്മകളൊന്നും തന്നെ ഇല്ലാത്ത, അല്ലെങ്കിൽ ഇന്ന് പറയുന്ന രീതിയിലുള്ള എന്താ പറയുന്നത് എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു പാപ്പസി ആയിരുന്നില്ല അവരുടെ ചരിത്രത്തിലുടനീളം ഉണ്ടായിട്ടുള്ളത്. കാരണം നല്ല പോപ്പുമാരുണ്ടാവുന്നുണ്ട്, അതോടൊപ്പം തന്നെ മനുഷ്യ സമൂഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ധാരാളം പോപ്പുമാരുണ്ട്. നമുക്കറിയാം ഈ റോമിനോടെല്ലാം ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ ഒരു കാലഘട്ടത്തിൽ 476 എന്ന് പറയുന്നൊരു ഡേറ്റ്, ഒരു ഇയറിനെ പറ്റി നമുക്കറിയാം. 476 എന്ന് പറയുന്ന റോമൻ സാമ്രാജ്യത്തെ തകർത്തുകൊണ്ട് ഈ വിസിഗോത്തുകളും അല്ലെങ്കിൽ വാണ്ടൽസും അതുപോലെ ജർമ്മൻ പീപ്പിൾ, ജർമ്മൻ സൊസൈറ്റി എന്ന് പറയുന്ന ബാർബേറിയന്മാരായിട്ടുള്ള ആൾക്കാർ കടന്നു വരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് പുതിയൊരു സംസ്കാരം റോമിനോട് ബന്ധപ്പെട്ടുണ്ടാകുന്നു. ആ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഫ്യൂഡലിസം ഉണ്ടാകുന്നത്. അപ്പോൾ കടന്നു വന്ന ബാർബേറിയന്മാരായിട്ടുള്ള ആൾക്കാർ റോമാ സാമ്രാജ്യത്തിലുള്ള ജനവിഭാഗമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ പുതിയൊരു സമൂഹം ഉണ്ടാകുന്നു. ഇപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു തലമുറയിൽ നിന്നുള്ള പോപ്പുമാർ വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളും ഉണ്ടാകുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും റോമാ സാമ്രാജ്യത്തോട് ബന്ധപ്പെട്ട് വരുന്ന അധിപന്മാരായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന അതിൻ്റെ എല്ലാം പ്രധാന വക്താക്കളായിട്ട് ഈ പറയുന്ന പ്രീസ്റ്റുകൾ മാറുന്നുണ്ട്. അതായത് രാജാവിനേക്കാൾ കൂടുതൽ അധികാരമുള്ള ഭൂമിയിൽ ഏറ്റവും ശക്തനായ വക്താവായിരുന്നു കത്തോലിക്ക മതത്തിൻ്റെ പോപ്പ്. അതായത് എല്ലാവിധ ലൗകിക ജീവിതത്തോടും ബന്ധപ്പെട്ട് വരുന്ന, എല്ലാവിധ ആർഭാടത്തോടും ജീവിക്കുന്ന, എല്ലാവിധ തിന്മകളോടും ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കളായിട്ടുള്ള ആൾക്കാരും ഈ പറയുന്ന പോപ്പുകളായിട്ടുള്ള ചരിത്രമുണ്ട്. നമുക്കറിയാം ഈ പറയുന്ന റോമിനോട് ബന്ധപ്പെട്ട് വരുന്ന കാലഘട്ടം, റോമിനോടെല്ലാം ബന്ധപ്പെട്ട് വരുന്നതിൻ്റെ പോപ്പുമാർ എല്ലാ കാലഘട്ടത്തിലും അവരുടേതായിട്ടുള്ള അനീതികളോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പിടിച്ചെടുക്കലുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് രാജ്യങ്ങൾ, അതായത് ഓരോ സിറ്റി സ്റ്റേറ്റുകളുണ്ട്. ഇപ്പോൾ ഇംഗ്ലണ്ട് ആകട്ടെ, ജർമ്മനി ആകട്ടെ, ഫ്രാൻസ് ആകട്ടെ, അപ്പോൾ ഇതിനോടെല്ലാം ബന്ധപ്പെട്ട് വരുന്നവരുടെ മേളിലുള്ള ഒരു അധീശത്വ ഭാവമാണ് പോപ്പ് എല്ലാ കാലത്തും നിലനിർത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനോടെല്ലാം ബന്ധപ്പെട്ട് പോകുന്ന ഒത്തിരി എതിർപ്പുകൾ ഉണ്ടാകുന്നുണ്ട്. ആ എതിർപ്പിനോടൊക്കെ ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന ജോൺ വൈക്ലിഫ് എന്ന് പറയുന്ന ഒരാളെ പറ്റി നമുക്ക് കേട്ടിട്ടുണ്ട്. റോമിനോട് ബന്ധപ്പെട്ട് വരുന്ന പോപ്പിൻ്റെ ചെയ്തികളെ നിശ്ചിതമായി വിമർശിച്ച ഒരാളാണ്. അപ്പോൾ അതിനോടെല്ലാം ബന്ധപ്പെട്ട് വരുന്നതാണ് ജോൺ ഹസ്സൻ എന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹം ഇതുപോലെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ജോൺ വൈക്ലിഫ് എല്ലാം പോപ്പിനോട് ബന്ധപ്പെട്ട് വരുന്ന തിന്മകൾക്കെതിരെ പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ അവർ എതിർത്തിട്ടും പിന്നീട് എന്താണ് കത്തോലിക്ക മതം ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ജോൺ വൈക്ലിഫ് മരിച്ചതിന് ശേഷം അദ്ദേഹത്തെ ആ കുഴിമാടത്തിൽ നിന്ന് എടുത്തിട്ട്, അതായത് അദ്ദേഹത്തിൻ്റെ അസ്ഥികൾ എടുത്തിട്ട് കരിച്ച് ചാരമാക്കി കടലിൽ ഒഴുക്കുന്നുണ്ട്. അതായത് ക്രിസ്തുമതം അനുസരിച്ച് അടക്കം ചെയ്ത ഒരാളെ തിരിച്ചെടുത്ത് ഇതുപോലെ തന്നെ കരിച്ചവർ പുറത്ത് കളയുമ്പോൾ ക്രിസ്തുമതത്തിനെതിരെ ഉണ്ടായിരുന്ന ഒരു അവിശ്വാസി അല്ലെങ്കിൽ ക്രിസ്തുമതത്തെ എതിർത്ത ഒരാളെന്ന രീതിയിലാണ് പറയുന്നത്. അതുപോലെ ജോൺ ഹസ്സൻ എന്ന് പറയുന്ന ഒരു പ്രീസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തെ ചുട്ട് കൊന്നുകളയാണ് കത്തോലിക്ക മതം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വെക്കുന്നത്, കത്തോലിക്ക മതം എന്ന് പറയുന്നത് നമ്മളിന്ന് കണക്കാക്കുന്ന രീതിയിലുള്ള അതിൻ്റെ പ്രീസ്റ്റുമാർ ഈ പറയുന്ന ദൈവിക രീതിയിലോ അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തെ ഒരുപോലെ കണക്കാക്കുന്ന വക്താക്കളായിരുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയുള്ള ആ പരമ്പരയോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പോപ്പുണ്ട്, ലിയോ 10 എന്ന് പറയുന്ന ഒരു പോപ്പ്. ആ പോപ്പിൻ്റെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഈ റോമിനോട് ബന്ധപ്പെട്ട് വരുന്ന കത്തോലിക്ക മതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടം എന്ന് പറയുന്നത് വത്തിക്കാനാണ്. ആ വത്തിക്കാനിനോട് ബന്ധപ്പെട്ട് വരുന്ന സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക അല്ലെങ്കിൽ കത്തീഡ്രൽ പുതുക്കിപ്പണിയുന്നതിന് വേണ്ടിയുള്ള ധനം വേണം. ആ ധനം സ്വീകരിക്കാൻ വേണ്ടി, ധനം സ്വരൂപിക്കാൻ വേണ്ടി ഈ പറഞ്ഞ യൂറോപ്പിനോട് ബന്ധപ്പെട്ട് വരുന്ന രാജാക്കന്മാരുടെയും അതുപോലെ അവിടെ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട മാടമ്പിമാരുടെ ഇടയിലെല്ലാം ഇവരെല്ലാം സാമ്പത്തികമായിട്ടുള്ള സഹായം തേടുന്നുണ്ട്. അപ്പോൾ ഈ സഹായം തേടുന്നതിൻ്റെ ഭാഗമായിട്ട് ടെറ്റ്സൽ എന്ന് പറയുന്ന ഒരു പ്രീസ്റ്റ് ജർമ്മനിയിൽ എത്തുന്നുണ്ട്. ആ ജർമ്മനിയിൽ എത്തുന്ന സമയത്ത് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വക്താവുണ്ട്, അതാണ് മാർട്ടിൻ ലൂതർ എന്ന് പറയുന്നത്. മാർട്ടിൻ ലൂതർ എന്ന് പറയുന്നത് തിയോളജി പഠിച്ചു, അതിനുശേഷം ഫിലോസഫി പഠിപ്പിക്കുന്ന ഒരു ഒരു അധ്യാപകൻ കൂടിയാണ് ഈ പറയുന്ന മാർട്ടിൻ ലൂതർ എന്ന് പറയുന്നത്. അപ്പോൾ മാർട്ടിൻ ലൂതറിനോട് ബന്ധപ്പെട്ട് വരുന്ന ആൾ ടിറ്റ്സലിൻ്റെ ഈ പറയുന്ന ഒരു അവകാശവാദത്തെ മനസ്സിലാക്കുകയാണ്. ടിറ്റ്സൽ മുന്നോട്ട് വെക്കുന്ന ഒരു അവകാശവാദം മറ്റൊന്നുമായിരുന്നില്ല. അതായത് പോപ്പ് ലിയോ 10 പറയുന്നൊരു ആവശ്യകതയുണ്ട്. അതായത്
അതായത് ഈ പറയുന്ന പള്ളി പുനഃസ്ഥാപിക്കണമെങ്കിൽ, പള്ളി നവീകരിക്കണമെങ്കിൽ വലിയൊരു സമ്പത്ത് ആവശ്യമുണ്ട്. ഈ സമ്പത്ത് വരണമെങ്കിൽ എന്താ ചെയ്യുന്നത്? ധനികന്മാരായിട്ടുള്ള വ്യക്തികൾ ഈ പറയുന്ന സഭയ്ക്ക് വേണ്ടി അവർ പൈസ നൽകുകയാണെങ്കിൽ, പൈസ തരുന്ന വ്യക്തികൾക്ക് സഭ നൽകുന്ന ഒരു ചീട്ടുണ്ട്. അതാണ് പാപവിമോചന ചീട്ട്. ആ പാപവിമോചന ചീട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാമെന്നുള്ളൊരു ഒരു താല്പര്യമാണ് ടെറ്റ്സലിനോട് ബന്ധപ്പെട്ട് ജർമ്മനിയിൽ മാർട്ടിൻ ലൂതർ ചോദ്യം ചെയ്യുന്നത്. പറഞ്ഞു വെക്കുന്നത്, ഏത് കൊടിയ പാപം ചെയ്തവനും ഈ പറയുന്ന പാപവിമോചന ചീട്ട് പൈസ കൊടുത്ത് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഏത് പാപവും തുടർന്ന് ചെയ്യാമെന്നും, അവന് ഏത് പാപത്തിൻ്റെയും ഫലമായിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ശിക്ഷയില്ലാതെ തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്നുള്ള പോപ്പിൻ്റെ ഒരു തീരുമാനമുണ്ടല്ലോ. ആ തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് മാർട്ടിൻ ലൂതർ കടന്നു വരുന്നത്. അങ്ങനെ മാർട്ടിൻ ലൂതർ കടന്നു വരുന്നു. 1517 അദ്ദേഹം അവിടെ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജർമ്മനിയോട് ബന്ധപ്പെട്ട് വരുന്ന അവിടുത്തെ പള്ളിയിൽ 95 ആശയങ്ങൾ, തിസിസുകൾ അവിടെ പ്രദർശിപ്പിക്കുകയാണ്. അതായത് കത്തോലിക്ക മതത്തോട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ ബൈബിളിൽ പറയുന്ന കാര്യങ്ങളുമായിട്ടോ അല്ലെങ്കിൽ കത്തോലിക്ക മതത്തിൽ ഉണ്ടെന്ന് പറയുന്ന മനുഷ്യ സമൂഹത്തിന് നന്മയെന്ന് പറയുന്ന ഒരു കാര്യം കത്തോലിക്ക മതത്തിൽ ഇല്ല എന്നും, പൂർണ്ണമായിട്ടും ഒരു രാജകീയ അധികാരത്തോട് നിലനിൽക്കുന്ന പാപ്പസിയെയും കത്തോലിക്ക മതത്തിൻ്റെ ഈ പറയുന്ന പോപ്പിനെയും നമ്മൾ അംഗീകരിക്കേണ്ടെന്നുള്ള ചോദ്യമാണ് ഈ പറയുന്ന മാർട്ടിൻ ലൂതർ ഉയർത്തുന്നത്. അപ്പോൾ മാർട്ടിൻ ലൂതറിന് മുമ്പ് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ജോൺ കാൽവിനോട് ബന്ധപ്പെട്ട് വരുന്ന, ജോൺ ഹക്സിനോടെല്ലാം ബന്ധപ്പെട്ട് വരുന്ന ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കത്തോലിക്ക മതം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് ഒരിക്കലും ഗുണപ്പെടാത്തതായിരുന്നു. അപ്പോൾ അതിനെതിരെയാണ് കത്തോലിക്ക മതത്തിൻ്റെ ആവശ്യങ്ങൾ, കത്തോലിക്ക മതം മുന്നോട്ട് വെക്കുന്ന ഇത്തരം ജനവിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾക്കെതിരെയുള്ള ഒരു പ്രതികരണം എന്ന രീതിയിലാണ് ഈ മാർട്ടിൻ ലൂതർ സംഘവും മാറുന്നത്. അങ്ങനെയാണ് പ്രൊട്ടസ്റ്റന്റ് സഭകൾ ഉണ്ടാകുന്നത്. ആ പ്രൊട്ടസ്റ്റന്റ് സഭകളോട് ബന്ധപ്പെട്ടാണ് പിന്നീട് ജർമ്മനി, അതുപോലെ ഇംഗ്ലണ്ട് പോലുള്ള സ്ഥലങ്ങളിലെല്ലാം പ്രൊട്ടസ്റ്റന്റ് സഭകൾ ഉണ്ടാകുന്നത്. നമുക്കറിയാം, ആംഗ്ലിക്കൻ സഭകളെല്ലാം തന്നെ, ഇംഗ്ലണ്ടോട് ബന്ധപ്പെട്ട് വരുന്ന ആംഗ്ലിക്കൻ സഭകളെല്ലാം തന്നെ കത്തോലിക്ക മതത്തിൻ്റെ ഇത്തരം ചെയ്തികൾക്കെതിരെ രൂപപ്പെട്ട ക്രിസ്തുമത ആശയങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന സംഘടനകൾ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കത്തോലിക്ക മതത്തെ എതിർക്കുക എന്ന് പറയുന്നത് ഈ പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ ഈ പറയുന്ന പോപ്പിന്റെ ഇത്തരം ഒരു ലിയോ 10 ചെയ്തികൾ മാത്രമല്ല, പോപ്പിനോട് ബന്ധപ്പെട്ട് വരുന്ന സമൂഹം ശാസ്ത്രീയമായ എല്ലാവിധ നേട്ടങ്ങളെയും ആയുരാരോഗ്യ മേഖലയോട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാവിധ കണ്ടുപിടുത്തങ്ങളെയും നിരാകരിക്കുന്ന ഒരു അതിശക്തമായ ഒരു സ്ഥാപനമായിരുന്നു കത്തോലിക്ക മതത്തോട് ബന്ധപ്പെട്ട് വരുന്ന പോപ്പ്. ആ പോപ്പിന്റെ ആശയങ്ങൾ മനുഷ്യ സമൂഹത്തിൻ്റെ ഉണർവിനോ വളർച്ചയ്ക്കോ ഒരിക്കലും ഗുണപ്പെടുന്നതല്ലെന്ന് തോന്നുമ്പോഴാണ് ഇത്തരം വ്യക്തികൾ, അതായത് സമൂഹത്തെപ്പറ്റി ചിന്തിക്കുന്ന, കൂടുതൽ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ നന്മലാക്കി പ്രവർത്തിക്കുന്ന ആൾക്കാർ കത്തോലിക്ക മതത്തിനെതിരെ തിരിയുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കത്തോലിക്ക മതം ആദ്യമായിട്ട് രണ്ടായിട്ട് വേർതിരിയുകയാണ്. അതാണ് പ്രൊട്ടസ്റ്റന്റ് സഭകളോട് ബന്ധപ്പെട്ട് വരുന്ന ജർമ്മനിയും ഇംഗ്ലണ്ടും അതിനോട് ബന്ധപ്പെട്ട് വരുന്ന സഭകളും അതിനോട് എതിരെ നിൽക്കുന്ന സഭകളായിട്ടുള്ള കത്തോലിക്ക മതം എന്ന് പറയുന്നത്. അതായിരുന്നു ഈ സഭയോട് ബന്ധപ്പെട്ട് വരുന്ന ആദ്യത്തെ വിഭജനം എന്ന് പറയുന്നത്.